അങ്ങനെ വീണ്ടും ഫർഗാന എത്തി. ഇപ്പോൾ നമ്മുടെ മലയാളി പിള്ളേരുടെ കൂടെയാണ് ഉള്ളത്. ഞാൻ ഇത്തവണ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ ദുബായാണ് വന്നത്. കാര്യം ദുബായിൽ നിന്ന് ഫർഗാനയിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ദുബായ് വന്നിട്ട് അങ്ങനെ ഫർഗാനയിലോട്ട് ഡയറക്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പം നമുക്ക് റീച്ചബിലിറ്റിയൊക്കെ കുറച്ച് ഈസി ആയിട്ടുണ്ട്. കറൻ്റ് നമ്മുടെ പിള്ളേരുടെയൊക്കെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അവർ സെക്കൻഡ് സെമ്മിലോട്ട് പോയി. പിന്നെ മാർച്ച് ഇൻടേക്കിൽ വന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ മാർച്ച് ഇൻടേക്കിൽ വന്ന സ്റ്റുഡൻസിൻ്റെ അവരുടെ ഫസ്റ്റ് സെമ്മ് ഇപ്പം ക്ലാസ്സസ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലുള്ളതിൽ ഏറ്റവും കൂടുതൽ മലയാളി കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ്. നമുക്ക് ഇവിടെ ടോട്ടലായിട്ട് അറൗണ്ട് ഒരു 75 സ്റ്റുഡൻസാണ് ഫസ്റ്റ് ഇയറിലുള്ളത്. നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലുള്ള ടോട്ടലായിട്ടുള്ള കോളേജുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളീസ് ഇപ്പോൾ കറൻ്റ് ഫർഗാനയിലാണ് ഉള്ളത്. ഓൾറെഡി ഞാനിരിക്കുന്ന ക്യാമ്പസിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കിവിടെ നമ്മുടെ ഒരു മലയാളി ലെക്ചർ കൂടെ ഉണ്ട്, അനാട്ടമി പഠിപ്പിക്കുന്ന. പിന്നെ രോഹിത് സാർ ഉണ്ട്. രോഹിത് സാർ കാസർഗോഡുകാരനാണ്. അപ്പം രോഹിത് സാർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ കുറച്ച് കൂടുതൽ കംഫർട്ടബിളാണ്. കാര്യം പുള്ളി പഠിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ റഷ്യയിലാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇവിടുത്തെ ലാംഗ്വേജ് അറിയാം. റഷ്യൻ ലാംഗ്വേജ് നന്നായിട്ട് അറിയാം. എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് സംസാരിക്കാനായി കഴിയുന്നതാണ്. അപ്പം പിള്ളേർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഇവിടെ രോഹിത് സാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി രോഹിത് സാറായിട്ട് സംസാരിക്കാം. എൻ്റെ പേര് ഡോക്ടർ രോഹിത് കൃഷ്ണൻ. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് ഓറൻബർഗ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി റഷ്യ എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാണ്. നമ്മളെ മലയാളി കുട്ടികളൊപ്പം ഇവിടെ അടിപൊളിയായി പോകുന്നു.